നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 18 വ്യാഴാഴ്ചയാണ്, കന്നിമാസം 2-ാം തീയതി. രാജ്യാന്തര വേതന തുല്യതാ ദിനമാണ് ഇന്ന്. ആൺപെൺ ഭേദമില്ലാതെ ഒരേ തൊഴിലിന് ഒരേ വേതനം എന്നതാണ് ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കുറവ് വരുമാനം നേടുന്നുവെന്ന ആഗോള വെല്ലുവിളി ഉയർത്തിക്കാണിക്കാനും മനുഷ്യാവകാശങ്ങളിൽ തുല്യ വേതനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കാനുമാണ് UN ജനറൽ അസംബ്ലി വേതന തുല്യതാ ദിനാചരണം പ്രഖ്യാപിച്ചത്. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 10 മണിക്ക് ACC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണും. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഹൈഡ്രജൻ ബോംബ് പക്കലുണ്ടെന്നും അതുടനെ പൊട്ടിക്കുമെന്നും രാഹുൽ ഗാന്ധി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് നാടകീയമായി ആറ്റം ബോംബിനേക്കാൾ വലുത് എന്താണ്, അത് ഹൈഡ്രജൻ ബോംബാണ്, അത്തരത്തിലൊരു ബോംബാണ് വരാനിരിക്കുന്നതെന്ന് പറയുന്നു. ഇന്ന് 10 മണിക്ക് രാഹുൽ ഗാന്ധി കയ്യിലുള്ള ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് പറയുന്നു. എന്തായിരിക്കാം അതിന്റെ ഒരു ഉള്ളടക്കം? തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ മറ്റൊരു ഗുരുതര ആരോപണമെന്ന് വേണോ കരുതാൻ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 10 മണിക്കാണ്. അത് രാഹുൽ ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയാണോ ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വളരെ ചെറിയൊരു അറിയിപ്പിലൂടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ വാർത്താ സമ്മേളനം സംബന്ധിച്ചുള്ള വിവരം കോൺഗ്രസ് പുറത്ത് വിടുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുന്നു എന്നും അത് പുതിയ ACC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വെച്ചാണ് മാധ്യമങ്ങളെ കാണുന്നത് എന്നും 9:30 തന്നെ എത്തണം എന്നുമുള്ള അറിയിപ്പ് മാത്രമാണ്, വളരെ ചെറിയൊരു അറിയിപ്പ് മാത്രമാണ് ഈ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനയനുസരിച്ച് രാഹുൽ ഗാന്ധി ആ ഹൈഡ്രജൻ ബോംബ് ഇന്ന് പുറത്തുവിടും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ സമ്മേളനം എന്നാണ് ലഭ്യമാകുന്ന സൂചന. അത് BJPയുടെ മുതിർന്ന നേതാക്കൾ വിജയിച്ച മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെയാണ് രാഹുലിന് പുറത്തുവിടാനുള്ളത് എന്നുമാണ് ലഭ്യമാകുന്ന സൂചന. അതുകൊണ്ട് തന്നെയാണ് അത് ഹൈഡ്രജൻ ബോംബ് എന്ന രാഹുലിന്റെ പ്രയോഗം. ആദ്യഘട്ടത്തിൽ അത് അണുബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി തുടർച്ചയായ ഈ BJPയുടേതടക്കമുള്ള പരിഹാസമുയർന്ന ഘട്ടത്തിലാണ് അതിലും ശക്തമായ ഹൈഡ്രജൻ ബോംബാണ് തന്റെ പക്കലുള്ളത് എന്നറിയിച്ചത്. ആ ഹൈഡ്രജൻ ബോംബ് ഇന്ന് രാഹുൽ പൊട്ടിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ. അത് ഏത് മണ്ഡലത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് രാഹുലിന് പുറത്തുവിടാനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഏറെ പ്രസക്തവുമാണ്. കാരണം ഈ ഇന്ദിരാ ഭവനിലെ വാർത്താ സമ്മേളനത്തിലായിരുന്നു നേരത്തെ രാഹുൽ കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് അത് മറ്റ് സ്ലൈഡുകളുടെ ഉൾപ്പെടെ സഹായത്തോടുകൂടി വിശദമായി വിവരിച്ചുകൊണ്ട് മണിക്കൂറിലേറെ നീണ്ട വാർത്താ സമ്മേളനം നടത്തി ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിച്ചത്. ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഇത്തരത്തിൽ ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ ഒറ്റവരി പ്രതികരണത്തിൽ പ്രതികരിച്ചെങ്കിലും തുടർന്ന് രാജ്യവ്യാപകമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും സമ്മർദ്ദമേറിയതോടെയുമാണ് ചരിത്രത്തിൽ ആദ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് പ്രതിരോധിക്കേണ്ട സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായത്. സമാനമായ വലിയൊരു വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ നിയമസഭാ കവാടത്തിന് മുന്നിൽ UDF MLA-മാരുടെ സത്യാഗ്രഹ സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നു. AKM അഷ്റഫ്, സനീഷ് കുമാർ ജോസഫ് എന്നീ MLA-മാരാണ് സമരമിരിക്കുന്നത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടാണ് സമരം. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്ത്. റിനു, ഗുഡ് മോർണിംഗ്. സമരം 3-ാം ദിവസത്തിലേക്ക് വിവരങ്ങൾ. റിനു.
ഗുഡ് മോർണിംഗ് ഉന്മേഷ. എന്തായാലും വലിയ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് ആദ്യഘട്ടം മുതൽ ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആരംഭിച്ചതൊപ്പം കോൺഗ്രസും. ഇപ്പോൾ നിയമസഭയിൽ 2 MLA-മാർ സത്യാഗ്രഹ സമരം ഇരിക്കാൻ തുടങ്ങിയിട്ട് 3-ാം ദിവസമാണ്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസവും ആദ്യ ദിനങ്ങളിലെല്ലാം എല്ലാ കോൺഗ്രസ് നേതാക്കളും സഭയിലെത്തി ഈ MLA-മാരെ കാണുന്ന KM അഷറഫ്, അതുപോലെ തന്നെ സനീഷ് കുമാർ ജോസഫ് എന്നീ MLA-മാരെ കാണുന്ന പിന്തുണ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വരും ദിവസങ്ങളിലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പിരിച്ചുവിടൽ നടപടിയിലേക്ക് പോയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം നിയമസഭയിലേക്ക് അടക്കം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരും സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് KSUവിൻ്റെ പ്രതിഷേധമുണ്ട് നിയമസഭയിലേക്ക്. ഇത്തരത്തിൽ ഈ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നു പ്രതിപക്ഷം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വരും ദിവസങ്ങളിലും ആ സാഹചര്യത്തിൽ തന്നെയായിരിക്കും. എന്തായാലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അടക്കം ഇന്നും സമരത്തിലിരിക്കുന്ന, സത്യാഗ്രഹ സമരത്തിലിരിക്കുന്ന MLA-മാരെ കണ്ട് പിന്തുണ അറിയിക്കും. ഉന്മേഷ്. റിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഭരണക്ഷേമ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സർക്കാരിനും ജനങ്ങൾക്കുമിടയിലുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ പദ്ധതിയുമായി സർക്കാർ മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM വിത്ത് മീ എന്ന പേരിൽ സമഗ്ര സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സർക്കാർ സഹായം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനും വിശ്വസനീയമായ ഒരു ജനസേവന സംവിധാനമായി പ്രവർത്തിക്കുന്നതും ലക്ഷ്യമിട്ടാണ് പദ്ധതി. പരിപാടിയുടെ പ്രവർത്തനത്തിന് പരിചയസമ്പന്നരായ സർക്കാർ ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കും. ഇതിനായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന് അധിക വകയിരുത്തലിൽ 20 കോടി രൂപ അനുവദിക്കും. ഇന്നലെ AK ആന്റണി നടത്തിയ വാർത്താസമ്മേളനം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പ്രധാന ചർച്ചയാവുകയാണ്. തന്റെ ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങളെ AK ആന്റണി സ്വയം പ്രതിരോധിക്കാനിറങ്ങിയത് കോൺഗ്രസിന് തിരിച്ചടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തിന് മങ്ങലേറ്റു എന്ന വികാരം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. 21 വർഷമായി ഏകപക്ഷീയമായി ഒരുപാട് ആക്രമണം നടക്കാറുണ്ട്. ഞാൻ അതിനൊന്നും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആത്മീയത പറയുമ്പോൾ തുറന്നു പറയണമല്ലോ. അപ്പോൾ ചില അപ്രിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അടുത്ത അസംബ്ലി സെഷൻ കഴിഞ്ഞ് അതുകൊണ്ട് ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പൊതുജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശിവഗിരി, മുത്തങ്ങ, മാറാട് 3ഇടങ്ങളിലും പോലീസ് നടത്തിയ അതിക്രമം AK ആന്റണി ഭരണകാലത്തെ കറുത്ത അധ്യായമാണ്. വർഷങ്ങളായി എതിർച്ചേരി ആന്റണി സർക്കാരിനെതിരെ ഇക്കാര്യം ഉയർത്തിയിട്ടും കോൺഗ്രസിന് ഇന്നുവരെ മതിയായ പ്രതിരോധമുയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇടവേളയെടുത്ത 21 വർഷം കഴിഞ്ഞ് സ്വയം പ്രതിരോധത്തിനിറങ്ങുമ്പോൾ ആന്റണിയുടെ ഉള്ളിൽ നീരസം പ്രകടം. 3 വിഷയങ്ങളിലെയും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് AK ആന്റണി ആവശ്യപ്പെട്ടതോടെ വീണ്ടും ഈ വിഷയം ചർച്ചയാകുമെന്നുറപ്പ്. നിയമസഭയിൽ ഭരണപക്ഷ വിമർശനത്തിന് മതിയായ പ്രതിരോധം തീർക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞതുമില്ല. 85-ാം വയസ്സിൽ സ്വയം പ്രതിരോധത്തിനിറങ്ങിയ മുൻ മുഖ്യമന്ത്രിയുടെ നടപടി കോൺഗ്രസിന് തിരിച്ചടിയാണ്. പ്രതിപക്ഷ പ്രവർത്തനത്തിന് വിമർശിക്കാൻ തയ്യാറല്ലെങ്കിലും ആന്റണിയുടെ മനസ്സിൽ ചിലതുണ്ടെന്ന് വ്യക്തം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചില അപ്രിയ സത്യങ്ങൾ പറയാനുണ്ടെന്ന് AK ആന്റണി പറയുന്നതും പലതും മനസ്സിലുറപ്പിച്ചാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തിയ പ്രതിപക്ഷത്തിന് ഇത്തവണ വീര്യം പോരെന്ന ആക്ഷേപം ഇതിനകം ഉയർന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ സഭയിലെ പ്രകടനത്തെ ബാധിച്ചോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിന് ഇനി ഒരു നാൾ മാത്രം. മറ്റന്നാൾ രാവിലെ 10:00 പമ്പാതീരത്തെ പ്രത്യേക വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ മന്ത്രി VN വാസവൻ ഇന്ന് 12 മണിക്ക് പമ്പയിൽ മാധ്യമങ്ങളെ കാണും. പണി പൂർത്തിയാക്കി പ്രധാന വേദിയും മറ്റ് ഉപവേദികളും ഇന്ന് ദേവസ്വം ബോർഡിന് കൈമാറും. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. മുൻപ് തന്നെ എങ്ങനെയായിരിക്കും ഈ വേദികൾ സജ്ജീകരിക്കുക, എന്തൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടെന്നൊക്കെ ജയശങ്കർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായോ? ഏത് തരത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ആദ്യമായി നടക്കാൻ പോവുകയാണോ അത് വിഭാവനം ചെയ്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പമ്പയിൽ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇന്ന് മന്ത്രി VN വാസവൻ 12 മണിയോടുകൂടി മാധ്യമങ്ങളെ കണ്ട് പരിപാടികളുടെ വിശദാംശങ്ങൾ അറിയിക്കും. ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും പമ്പയിൽ ഇന്നലെ മുതൽ തന്നെ താമസിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഉൾപ്പെടെ VIP കൾ 40ഓളം VIP കൾ ഈ ആഗോള
അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് വൈകിട്ട് മുതൽ തന്നെ പമ്പയിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കും. ഈ ഭക്തർക്ക് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ല എന്നാണ് ദേവസ്വം ബോർഡും സർക്കാരും വ്യക്തമാക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും സ്ലോട്ടുകളുടെ എണ്ണം കുറവുണ്ടെന്നൊരു ആക്ഷേപം ചില ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഹൈക്കോടതി ഉൾപ്പെടെ വലിയ തോതിൽ ഈ പരിപാടിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതിയൊക്കെ കഴിഞ്ഞ ദിവസം പരിപാടി നടക്കട്ടെ എന്ന നിലപാട് എടുത്തത് തന്നെ വലിയ തോതിലുള്ള ആത്മവിശ്വാസത്തിലാണ് സർക്കാർ. പക്ഷെ പ്രതിപക്ഷം പൂർണ്ണമായും ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുക എന്ന നിലപാടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൽ നിന്ന് ആരും തന്നെ പരിപാടിയിൽ പങ്കെടുക്കില്ല. എന്തായാലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് എന്തായാലും മന്ത്രി വി എൻ വാസവന്റെ വാർത്താ സമ്മേളനത്തിൽ മറ്റ് കാര്യപരിപാടികളെ കുറിച്ചുള്ള പൂർണ്ണമായ വ്യക്തമായ വിവരം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വി ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി പ്രധാനപ്പെട്ട രാജ്യാന്തര വാർത്തകളിലേക്കാണ് വാർത്താലോകം. ഗസയിൽ ഇസ്രയേലിന്റെ കരയാക്രമണം തുടരുകയാണ്. 83 പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗസയിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഷെയ്ഖ് റദ്വാൻ നഗരത്തിലേക്ക് ടാങ്കുകളും സൈനിക വാഹനങ്ങളും ഇരച്ചു കയറി. ഇസ്രയേലുമായുള്ള വ്യാപാര വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച യൂറോപ്യൻ യൂണിയൻ ഇസ്രയേലിന്റെ ഗസ നടപടികൾ മനുഷ്യാവകാശ ജനാധിപത്യ ലംഘനമെന്നും യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു. ഗസയിലെ ഇസ്രയേൽ ആക്രമണം വംശഹത്യയെന്ന് അമേരിക്കൻ സെനറ്റർ ബേർണി സാൻഡേഴ്സ്. ദോഹ ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഖത്തർ പരാതി നൽകും. 9 മാസത്തിന് ശേഷം ആദ്യമായി നിരക്ക് കുറച്ച US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് 4-നും 4.25%-നും ഇടയിൽ. വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടികളിലേക്കും ഫെഡ് നീങ്ങും. വിവരങ്ങളുമായി ഇപ്പോൾ മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. US സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് നീണ്ട 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 0.25% ഇളവാണ് വരുത്തിയിരിക്കുന്നത്. ഇതോടെ 4.25 മുതൽ 4.50% നിന്ന് പലിശ നിരക്ക് 4 മുതൽ 4.25% കുറഞ്ഞിരിക്കുകയാണ്. ഈ തീരുമാനം പാസ്സായത് ഒന്നിനെതിരെ 11 വോട്ടുകൾക്കാണ്. 2025 ഇനി ഒരു 2 തവണ കൂടി ഈ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് ഫെഡറൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 2026 ഒരുപക്ഷെ ഒരു തവണയും കൂടെ കുറച്ചേക്കും. ഫെഡറൽ റിസർവിന്റെ ഈ പലിശ നയം പുറത്തു വരുന്നതിന് തൊട്ടു പിന്നാലെ US ഓഹരികളൊക്കെ വൻ നേട്ടത്തിലേക്ക് കുതിച്ചു കയറിയിരുന്നു. പക്ഷേ അത് പിന്നീട് പുറകോട്ട് പോകുകയായിരുന്നു. പലിശ നിരക്ക് വെട്ടിക്കുറച്ചത് താൽക്കാലികമായ ഒരു റിസ്ക് മാനേജ്മെന്റ് കട്ട് നടപടി മാത്രമാണെന്ന് ഈ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം US ഫെഡറൽ ചെയർമാൻ ജെറോം പവൽ പറഞ്ഞതാണ് ഒരുപക്ഷെ ഈ തിരിച്ചടിയായതെന്ന് കരുതുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് അമേരിക്കയിൽ കുത്തനെ കൂടിയതാണ് ഇപ്പോൾ ഈ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള പ്രധാന കാരണം. ഒരു മിനിമം 1% കുറയ്ക്കണമെന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം. അമേരിക്കയിൽ ഇതോടെ വാഹനം, വ്യക്തിഗത വിദ്യാഭ്യാസ വായ്പാ പലിശയും ഈ ക്രെഡിറ്റ് കാർഡ് പലിശയും ഒക്കെ കുറയുവാൻ സഹായിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം. ഈ പലിശ നിരക്ക് കുറച്ചത് സേവിങ്സ്, അതുപോലെ ഡിപ്പോസിറ്റ്, ഈ FD പലിശ നിരക്കും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഒരു തിരിച്ചടിയാണ്. പക്ഷേ രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് ചരിത്രത്തിൽ ആദ്യമായി ഇന്നലെ $3,700 വരെ കുതിച്ചുയർന്നു. എന്നാൽ പിന്നീട് അത് കുറയുകയായിരുന്നു. ക്രിസ്റ്റീന, ഉന്മേഷ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സ്റ്റാർമറുടെ വസതിയായ ചെക്കേഴ്സിലാണ് കൂടിക്കാഴ്ച. സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ തീരുവ 25% നിന്ന് 0% കുറയ്ക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പ്രയോഗത്തിൽ വന്നിട്ടില്ല. ലോഹങ്ങൾ, സാങ്കേതികവിദ്യ, സിവിൽ, ആണവ പദ്ധതി എന്നിങ്ങനെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുണ്ടാകുമെന്നാണ് വിവരം. പങ്കാളിത്തത്തിന്റെ ഭാഗമായി എൻവിഡിയ, ഓപ്പൺ AI, ഗൂഗിൾ എന്നിവ നിക്ഷേപ കരാറുകൾ പ്രഖ്യാപിച്ചേക്കും. ഇന്നലെ ചാൾസ് രാജാവും കാമില രാജ്ഞിയും വിൻസർ കാസലിൽ ട്രംപിനും മെലാനിയ ട്രംപിനും അത്താഴവിരുന്നൊരുക്കി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിനെ അനുഗമിക്കുന്നുണ്ട്. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ മധ്യ ലണ്ടനിൽ പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി. അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ ഉണ്ടായ വെടിവെപ്പിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. 2 പേർക്ക് ഗുരുതര പരുക്കേറ്റു. അക്രമി പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഈ ചാർലി കർക്കിന്റെ ഒരു മരണത്തിന് ശേഷം വീണ്ടും അമേരിക്കയിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണല്ലോ ഈ ഒരു വെടിവെപ്പ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്?
കൃഷ്ണ, സെൻട്രൽ പെൻസിൽവേനിയയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞായിരുന്നു ഈ വെടിവെപ്പ് നടന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും 2 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയും ചെയ്യുന്നത്. ഇവരുടെ നില അല്പം ഭേദപ്പെട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. ഈ വെടിവെപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന ആൾ പോലീസ് വെടിവെപ്പിൽ പിന്നീട് മരിക്കുകയായിരുന്നു. ഈ വെടിവെപ്പിന് ശേഷം ഇയാൾ പതുങ്ങിയിരിക്കുകയായിരുന്നു. ഈ പോലീസ് ഇയാളെ കണ്ടെത്തുകയായിരുന്നു. നോർത്ത് കോറോസ് ടൗൺഷിപ്പ്, അതായത് ഫിലഡൽഫിയയിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ്ട് 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ഒരു ടൗൺഷിപ്പാണ് ഇവിടാണ് ഈ വെടിവെപ്പ് നടന്നത്. പ്രാദേശിക പോലീസിനെ സഹായിക്കാൻ FBI ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൃഷ്ണ, ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പുതിയ സീസണിന് ഒരുങ്ങി ദുബായ് സഫാരി പാർക്ക്. ഒക്ടോബർ 14 മുതൽ പൊതുജനങ്ങൾക്ക് പാർക്കിലേക്ക് പ്രവേശനം അനുവദിക്കും. 7ാമത് സീസണാണ് ഇത്തവണത്തേത്. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചൂടിൽ നിന്ന് പതുക്കെ തണുപ്പിലേക്ക് രാജ്യം പ്രവേശിച്ചു തുടങ്ങുകയാണ്. താപനിലയിൽ അടുത്ത ദിവസങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാര സീസണും അതോടൊപ്പം ആരംഭിക്കും. ഒപ്പം ഇവിടെയുള്ള വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാൻ സന്ദർശകർക്ക് കൂടുതൽ അവസരം ലഭിക്കും. അതിനാൽ തന്നെ ഈ ഒരു കാലത്തിനായി കാത്തിരിക്കാറാണ് പതിവ്. അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്കും ഒപ്പം ദുബായിലെ താമസക്കാർക്കും വലിയ സന്തോഷം പകരുന്ന വാർത്തയാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ദുബായിലെ വിസ്മയ കാഴ്ചകളിൽ ഒന്നായ ദുബായ് സഫാരി പാർക്ക് വീണ്ടും സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം 119 ഹെക്ടർ വിസ്തൃതിയുള്ള കൂറ്റൻ പാർക്കാണ് ഇത്. ഈ പാർക്കിൽ 3000-ഓളം വ്യത്യസ്ത ജീവജാലങ്ങളെ അടുത്തറിയാനുള്ള അവസരമാണ് സന്ദർശകർക്ക് ലഭിക്കുക. പാർക്കിൻ്റെ പുതിയ സീസണിൻ്റെ പ്രഖ്യാപനമാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. പാർക്കിൻ്റെ പുതിയ സീസണിൽ നിരവധി മൃഗങ്ങളെ കാണാനും അതോടൊപ്പം തന്നെ വിനോദങ്ങൾക്കും വിദ്യാഭ്യാസ അനുഭവങ്ങൾക്കുമുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നും ദുബായ് മുനിസിപ്പാലിറ്റി പബ്ലിക് പാർക്സ് ഡയറക്ടർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാർക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചാരികൾക്കും അതോടൊപ്പം തന്നെ ഇത് സന്ദർശിക്കാനുമായി പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണ് സഞ്ചാരികളെ വരവേൽക്കുക. പാർക്കിൽ ഓരോ ജീവിവർഗങ്ങളെയും അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലും അതോടൊപ്പം തന്നെ കാലാവസ്ഥ നിയന്ത്രിത അന്തരീക്ഷത്തിലുമാണ് ഈ ഒരു പാർക്കിൽ സംരക്ഷിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഏതായാലും സന്ദർശകർക്ക് പാർക്കിലെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം അടക്കം ലഭിക്കും. അതോടൊപ്പം തന്നെ ദിവസം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പാർക്കിൻ്റെ പ്രവൃത്തി സമയം. ഇത്തവണ സീസണിലെ കൂടുതൽ വിശദാംശങ്ങൾ, അതായത് പാർക്കിലേക്ക് പ്രവേശന ടിക്കറ്റിൻ്റെ അടക്കമുള്ള വിശദാംശങ്ങൾ വരും ആഴ്ചകളിൽ പ്രഖ്യാപിക്കുമെന്നും ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ ഇന്ത്യയിൽ നടക്കമുള്ള സഞ്ചാരികളെ വലിയ തോതിൽ ആകർഷിച്ച ദുബായിലെ പ്രധാന ആകർഷണമായിരുന്നു ഈ പാർക്ക്. ഇത്തവണയും അതിന് മാറ്റമുണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതാം. അതിനായി കാത്തിരിക്കാം. നോക്കാം ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. ഇസ്രായേൽ സേനയ്ക്കെതിരെ തിരിച്ചടിച്ചെന്ന ഹമാസ് സായുധ വിഭാഗം ആക്രമണം ഗസയിൽ ഖാൻ യൂനിസിന്റെ തെക്കുഭാഗത്തുള്ള മുർത്തജയിൽ 107 mm റോക്കറ്റുകൾ ഉപയോഗിച്ച് ഷെല്ലാക്രമണം നടത്തിയെന്ന അവകാശവാദം. ലണ്ടനിൽ ട്രംപ് വിരുദ്ധ പ്രതിഷേധത്തിൽ പലസ്തീൻ അനുകൂല പ്ലക്കാർഡുകൾ. പ്രകടനത്തിൽ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ബാനറുകൾ. ഡൊണാൾഡ് ട്രംപിന്റെ ലണ്ടൻ സന്ദർശനത്തിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം. ഹസ്തദാന വിവാദത്തിൽ മാച്ച് റഫറി മാപ്പ് പറഞ്ഞെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ്. അന്വേഷണം നടത്താമെന്ന് ICCയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചെന്ന് പാകിസ്ഥാൻ. ഇന്ത്യ പാക് മത്സരത്തിനിടെ ഹസ്തദാനം മാച്ച് റഫറി വിലക്കിയെന്നായിരുന്നു ആരോപണം. 2030 ആകുമ്പോഴേക്കും കോളറ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കോളറ നിർമ്മാർജ്ജന പദ്ധതിക്ക് മൊസാംബിക് സർക്കാർ അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ. ഏകദേശം $490 മില്യൺ പദ്ധതിക്കായി ചെലവിടുക. കൊല്ലപ്പെട്ട റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിക്ക് വിഷം നൽകിയതാണെന്ന് നവൽനിയുടെ ഭാര്യ യൂലിയ നവൽനി. ലബോറട്ടറി പരിശോധനകളിലാണ് വിഷം നൽകിയത് കണ്ടെത്തിയതെന്നും യൂലിയ. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ആർട്ടിക് പീനൽ കോളനിയിൽ നവൽനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ഇനി തിരുവനന്തപുരം പേട്ടയിൽ 2 പേർ ട്രെയിൻ ഇടിച്ച് മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ ഹരി വിശാലാക്ഷി, വിനോദ് എന്നിവരാണ് മരിച്ചത്. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളും അയച്ചിരുന്നത്. റിനു, എങ്ങനെയായിരുന്നു ഈ അപകടം? വിശദാംശങ്ങൾ ലഭ്യമാണോ? നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല എങ്കിലും ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ്
പേട്ടയിൽ ഈ ഒരു അപകടം നടന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രണ്ടുപേരും ട്രെയിൻ മുന്നിലേക്ക് ചാടിയതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യാ ശ്രമമാണോ അപകടത്തിൽപ്പെട്ടതാണോ എന്നുള്ള വിവരം പോലീസ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഇരുവരും തമിഴ്നാട് മധുര സ്വദേശികളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഹരിവിശാലാക്ഷി അതുപോലെ തന്നെ വിനോദ് എന്നീ രണ്ടുപേരാണ് മരണപ്പെട്ടത്, ട്രെയിനിന് മുന്നിൽ അല്ലെങ്കിൽ ട്രെയിൻ ഇടിച്ച് മരണപ്പെട്ടത് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്നത്. നിലവിൽ പേട്ട പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. ശരി, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക് കൂടെ മുംബൈയിലും ട്രെയിനുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്. ട്രെയിൻ എഞ്ചിന് തീപിടിച്ചു. മുംബൈയിൽ നിന്ന് ഗുജറാത്തിലെ വൽസാഡിയിലേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചറിനാണ് തീപിടിച്ചത്. കെൽവെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സംഭവം. എഞ്ചിനിൽ തീ കണ്ട ഉടനെ ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തി തീ അണച്ചു. ആളപായമില്ല. ഈ റൂട്ടിൽ ഇപ്പോൾ ട്രെയിൻ വൈകി ഓടുന്നു എന്ന വിവരമാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് അറിയിക്കുന്നത്. മരപ്പണിക്കാരനായ തൃശൂർ മനക്കുടി സ്വദേശി പ്രമോദിന്റെ വീട് നിറയെ തെങ്ങിൻതടിയിൽ തീർത്ത മനോഹര ശില്പങ്ങളാണ്. രാഷ്ട്രീയം, ചരിത്രം, പ്രകൃതി, പുരാണം എന്നിവ പ്രമോദിന്റെ ശില്പങ്ങളിൽ തെളിഞ്ഞു കാണാം. 24 ഔട്ട് സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടീം അംഗം മണികണ്ഠൻ കുറുപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജോലി കഴിഞ്ഞെത്തിയാൽ പ്രമോദിന് പിന്നെ ശില്പനിർമ്മാണമാണ്. തെങ്ങിൻ തടിയിലാണ് മനോഹര ശില്പങ്ങൾ. വർഷങ്ങളുടെ ശ്രമഫലമായി വീട് നിറയെ മിഴിവാർന്ന ശില്പങ്ങളാണ്. ഗാന്ധിജി, ഷേക്സ്പിയർ, EMS, കെ കരുണാകരൻ, നരേന്ദ്രമോദി, നവാബ് രാജേന്ദ്രനും ശക്തൻ തമ്പുരാനും കൂട്ടത്തിലുണ്ട്. ഉളി, ചുറ്റിക, ഉരക്കടലാസ്, പോളിഷ് എന്നിവയാണ് ശില്പനിർമ്മാണ സാമഗ്രികൾ. ഒഴിവു സമയങ്ങളിലിരുന്നാണ് ഓരോ ശില്പവും പ്രമോദ് നിർമ്മിക്കുന്നത്. മരത്തിൽ കൂടാതെ മറ്റു പലവിധ സാമഗ്രികൾ ഉപയോഗിച്ചും പ്രമോദ് ശില്പങ്ങൾ നിർമ്മിക്കാറുണ്ട്. ആഫ്രിക്കൻ ഒച്ചുകളുടെ തോടുപയോഗിച്ചുള്ള നിർമ്മിതിയും ശ്രദ്ധേയമാണ്. തന്റെ കലാവിരുത് ജനങ്ങളിലേക്കെത്തിക്കാനായി ഇടയ്ക്ക് പ്രദർശനവും ഒരുക്കാറുണ്ട്. കൊറോണ കാലഘട്ടത്തിലാണ് ഞാൻ ഈ ശില്പങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയത്. തെങ്ങിലും പിന്നെ പാഴ്മരങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ പ്രകൃതിയുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, മറ്റേ രാഷ്ട്രീയ നേതാക്കളുണ്ട്, എല്ലാ ആൾക്കാരെയും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വരുംകാലത്തും വ്യത്യസ്തമായ ശില്പങ്ങൾ നിർമ്മിക്കാനാണ് പ്രമോദിന്റെ ആഗ്രഹം. 24 തൃശൂർ. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പാലിയേക്കര ടോൾ പിരിവിനുള്ള വിലക്ക് തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ദേശീയപാത നിർമ്മാണത്തിൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് ഹർജിക്കാർ തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. അമൽ സുരേന്ദ്രനുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ എന്തൊക്കെയാണ് അമൽ? ഉന്മേഷ്, ഏതായാലും പാലിയേക്കര ടോൾ പിരിവ് കഴിഞ്ഞ മാസം 6-നാണ് ഹൈക്കോടതി ഇടപെട്ട് താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ ഗതാഗത കുരുക്ക്, മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ഗതാഗത കുരുക്ക് യാത്രക്കാർക്ക് വലിയ ദുരിതമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് താൽക്കാലികമായിട്ട് ഈ ഒരു ടോൾ പിരിവ് നിർത്തുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. പക്ഷേ പിന്നീട് ഈ ദേശീയപാത അതോറിറ്റി ആവട്ടെ അല്ലെങ്കിൽ ഇതിന് കരാർ ഏറ്റെടുത്തിരിക്കുന്നവരാകട്ടെ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സുപ്രീം കോടതി അടക്കം സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഈ ഹർജികൾ കേൾക്കുന്നതിന്റെ സാഹചര്യത്തിൽ ഈ ഒരു നീട്ടിയ നടപടി കുറെ കൂടി, അതായത് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് താൽക്കാലികമായി നീട്ടിയ നടപടി പിന്നീട് നീട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. ജസ്റ്റിസുമാരായ വി മുഹമ്മദ് മുഷ്താഖിന്റെയും ഹരിശങ്കർ മേനോന്റെയും ഒക്കെ ബെഞ്ചാണ് ഈ ഒരു ഹർജി പരിഗണിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇനിയും ഈ ഒരു ടോൾ പിരിവിനുള്ള നിരോധനം നീട്ടുമോ, താൽക്കാലികമായ നിരോധനം നീട്ടുമോ എന്നതും, അതല്ല ഇനി വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ടോൾ പിരിവ് തുടരുവാൻ ഹൈക്കോടതി അനുമതി കൊടുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു താൽക്കാലികമായിട്ടുള്ള ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി ഈ ഒരു വിഷയത്തിൽ പരിശോധന നടത്തിയാണ്. അതിന്റെ നേതൃത്വം വഹിക്കുന്നത് തൃശൂർ ജില്ലാ കളക്ടർ തന്നെയാണ്. കളക്ടറുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതിയുടെ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ കേസ് പരിഗണിച്ചപ്പോൾ കളക്ടർ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ കളക്ടറുടെ റിപ്പോർട്ടിലുള്ള പല കാര്യങ്ങളും ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ ഉള്ളത് പല കാര്യങ്ങളും കളക്ടറുടെ റിപ്പോർട്ടിൽ ഇല്ല എന്നൊരു കണ്ടെത്തൽ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അപ്പോൾ കൂടുതൽ സമയം ആവശ്യപ്പെടുകയും ഇന്ന് വീണ്ടും റിപ്പോർട്ട് നൽകുകയുമാണ് ഉണ്ടാവുന്നത്. ഉന്മേഷ്. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള KSU നേതാവിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സർക്കാരിനോട് അന്വേഷണത്തിന് അനുമതി തേടിയതായി വിജിലൻസ് കഴിഞ്ഞ തവണ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു.
സർക്കാർ നിലപാടെന്ന് കോടതി അറിയിച്ചേക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ അനധികൃത ബിനാമി ഇടപാടുകളിലൂടെ സ്വത്ത് സമ്പാദിച്ചു എന്നാണ് KSU വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് നൽകിയിട്ടുള്ള ഹർജിയിലെ പ്രധാന ആരോപണം. ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മുംബൈയിൽ ട്രെയിൻ എഞ്ചിന് തീപിടിച്ചു. കെൽവേ സ്റ്റേഷനിലാണ് അപകടം. മുംബൈയിൽ നിന്ന് ഗുജറാത്തിലെ വൽസാഡിലേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചറിനാണ് തീപിടിച്ചത്. ആളപായമില്ല. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ഇപ്പോൾ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വൽസാഡിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അത് കെൽവേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അതായത് യാത്ര തുടങ്ങി ഏതാണ്ട് 1.5 മണിക്കൂറോളം അത് യാത്ര ചെയ്തു. 15 മിനിറ്റ് വൈകി ഓടുകയായിരുന്നു ഈ ട്രെയിൻ ഉള്ളത്. ഈ കെൽവേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ട്രെയിൻ മുന്നോട്ടെടുക്കുന്ന സമയത്ത് ലോക്കോ പൈലറ്റാണ് എഞ്ചിനിൽ നിന്ന് തീ ഉയരുന്ന അത് ശ്രദ്ധിച്ചത്. പിന്നാലെ തന്നെ സ്റ്റേഷനിൽ തന്നെ ട്രെയിൻ അത് നിർത്തുകയും ചെയ്തു. ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തി പുറത്തിറങ്ങി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. സ്റ്റേഷനിലും വിവരം അറിയിച്ചു. അങ്ങനെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുമൂലം ഈ റൂട്ടിലുള്ള ട്രെയിൻ ഗതാഗതത്തെ അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ട്രെയിനുകൾ ഈ റൂട്ടിൽ വൈകി ഓടുകയാണ് ഇപ്പോൾ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം മുന്നിയൂരിൽ 200ഓളം വിദ്യാർത്ഥികൾ അണിനിരുന്ന മെഗാ ദഫ് അരങ്ങേറി. ചനക്കൽ ഇസത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയാണ് മെഗാ ദഫ് മേള ഒരുക്കിയത്. ചുവപ്പ്, പച്ച, മഞ്ഞ, നീല നിറങ്ങളിൽ വസ്ത്രങ്ങളണിഞ്ഞ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ താളത്തിനൊത്ത് മുന്നേറുമ്പോൾ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരം. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി ചെനക്കൽ ഇസ്സത്തുൽ ഇസ്ലാം മദ്രസ സംഘടിപ്പിച്ച മെഗാ ദഫ് മേളയാണ് ഈ മനോഹര നിമിഷങ്ങൾ സമ്മാനിച്ചത്. കിൻസ്വാറ തിരുവസന്തം 1500 എന്ന പേരിലാണ് മദ്രസയുടെ നബിദിനാഘോഷം അരങ്ങേറിയത്. നാനാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി 250ഓളം വിവിധ തരത്തിലുള്ള കുട്ടികളുടെ മെഗാ ദഫ് മേളയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശം ലോകത്ത് എത്തിക്കുക, വിളംബരം ചെയ്യുക എന്നതാണ് ഇതിൽ പ്രധാന ലക്ഷ്യം. ദഫിന് പുറമെ അറബന സംഘങ്ങൾ, സന്ദേശ റാലി, ചെറു കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലവർ ഷോ എല്ലാം കൂടി നബിദിനാഘോഷത്തിന് പുതുമയും മിഴിവും നൽകി. 24 തിരൂർ. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലുള്ള പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതം. തൃക്കരിപ്പൂർ സ്വദേശിയായ യൂത്ത് ലീഗ് നേതാവ് സിറാജുദ്ദീൻ ഉൾപ്പെടെ 5 പ്രതികളെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കോഴിക്കോട് കസബ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കിനാശ്ശേരി സ്വദേശി അബ്ദുൾ മനാഫിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ ഇനിയും ഒളിവിലുള്ളവരുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നത്? ക്രിസ്റ്റീന, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 5 CIമാരുടെ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതീവ രഹസ്യമായാണ് പോലീസ് കേസ് കൈകാര്യം ചെയ്യുന്നത്. 16-കാരനെ എറണാകുളത്ത് എത്തിച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ എളമക്കര സ്റ്റേഷനിലും കൊച്ചി എളമക്കര സ്റ്റേഷനിലും കേസുണ്ട്. കോഴിക്കോട് കസബ സ്റ്റേഷനിലും കേസുണ്ട്. കോഴിക്കോട് കസബ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇന്നലെ ഒരാളെ പിടികൂടിയത്. അത് കിനാശ്ശേരി സ്വദേശി അബ്ദുൾ മനാഫാണ്. അബ്ദുൾ മനാഫ് കോഴിക്കോട് എത്തിച്ച് കുട്ടിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു പോലീസിന് ലഭിച്ച മൊഴി. 14 കേസുകളിലായി 16 പേരാണ് നിലവിൽ പോലീസിന്റെ പ്രതിപട്ടികയിലുള്ളത്. ഇതിൽ 11 പേരെ പോലീസ് പിടികൂടി കഴിഞ്ഞു. ഇനി 5 പേരെ കൂടി മാത്രമാണ് അറസ്റ്റ് ചെയ്യാനുള്ളത്. ഇതിൽ തൃക്കരിപ്പൂർ സ്വദേശിയായ യൂത്ത് ലീഗ് നേതാവ് സിറാജുദ്ദീൻ മുൻകൂർ ഈ സംഭവം അറിഞ്ഞത് മുതൽ തന്നെ മുൻകൂർ ജാമ്യത്തെ ശ്രമിച്ച് ഒളിവിൽ പോയിരുന്നു. ഈ സിറാജുദ്ദീനെ പിടികൂടാനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. സിറാജുദ്ദീൻ ഒളിവിൽ പോകാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തിക്കഴിഞ്ഞു. മറ്റൊന്ന്, ഈ എറണാകുളം കൊച്ചി എളമക്കര സ്റ്റേഷനിലാണ് പോലീസ് പ്രധാനമായും രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടക്കുന്നത്. അവിടെ 4ഓളം പ്രതികൾ ഉണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എറണാകുളത്ത് എത്തിച്ച് കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. കുട്ടിക്ക് പണം നൽകിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന കാര്യത്തിൽ പോലീസ്
ഒരു കണ്ടെത്തൽ നടത്തി കഴിഞ്ഞു എന്നാണ്. അതായത് അവരുടെ പേര് വിവരങ്ങൾ കുട്ടി പോലീസിന് മൊഴി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്ക് 21 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ABVPയും NSUയും തമ്മിലാണ് നേരിട്ടുള്ള പോരാട്ടമെങ്കിലും SFI, AISF അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളും മത്സരിക്കുന്നുണ്ട്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മലയാളിയായ അമേലി ആൻ വർഗീസും മത്സരരംഗത്തുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ സഖ്യങ്ങളിലെ മാറ്റമൊക്കെ ഒരുപാട് ചർച്ചയായതാണ്. ഒരു മലയാളി കൂടെ മത്സരിക്കുന്നുവെന്ന പ്രത്യേകതയുണ്ട്. ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്? ഉന്മേഷ്, ക്രിസ്റ്റീന, അത്യന്തം വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയനിൽ ഇത്തവണ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടം, ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഘട്ടം മുതൽ തന്നെ ശക്തമായ സംഘർഷം ഈ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഒരു ഉപതെരഞ്ഞെടുപ്പ്, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വീറും വാശിയും നിറഞ്ഞ ഒരു മത്സരമാണ് ഇത്തവണത്തേത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ ക്യാമ്പസുകളിൽ പോലീസിനെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് സുരക്ഷ ഒരുക്കുന്നതിനും നിരീക്ഷണത്തിനുമായി. ഒപ്പം തന്നെ ഈ ആഘോഷങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം ആഘോഷങ്ങൾ പാടില്ല എന്നുള്ള നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും പിന്നീട് 2 മണി മുതൽ 7:30 വരെയുമായി 2 ഘട്ടങ്ങളായാണ് ഈവനിങ്, മോർണിംഗ് ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ പ്രധാനമായും 4 ജനറൽ സീറ്റുകൾ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ പദവികളിലേക്കാണ് മത്സരം നടക്കുന്നത്. ABVPയും NSUയും തമ്മിൽ നേരിട്ടുള്ള മത്സരം, ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയിലേക്ക് ശക്തമായ മത്സരം നടക്കുമ്പോൾ SFI, ISA സ്ഥാനാർത്ഥിയും മത്സരരംഗത്തുണ്ട് ഇത്തവണ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇടത് സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ വ്യത്യസ്ത അലയൻസുകളായാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. SFI, ISA, അതേസമയം AIDSOയുമായാണ് AISF ഇത്തവണ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ശക്തമായ മത്സരം ഇത്തവണ നടക്കുന്നു. മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്ത് ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. AISFന്റെ പാനലിലായാണ് മലയാളി വിദ്യാർത്ഥി മത്സരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ക്യാമ്പസുകളിലെല്ലാം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തവണ ഒരുക്കിയിരിക്കുന്നു, മുൻ പതിവില്ലാത്ത രീതിയിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. നാളെയായിരിക്കും ഈ വോട്ടെണ്ണൽ നടക്കുക. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നോക്കാം ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. നടി ദിശ പഠാനിയുടെ വസതിയിലേക്ക് വെടിയുതിർത്ത കേസിലെ പ്രതികൾ ഉത്തർപ്രദേശിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചെന്ന് ഡൽഹി പോലീസ്. മരിച്ചത് രവീന്ദ്ര, അരുൺ എന്നിവർ. ഗാസിയാബാദിൽ നടന്ന ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഇരുവരും. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ 15 പേർ മരിച്ച റിപ്പോർട്ടുകൾ. 13 പേർ മരിച്ച ഡെറാഡൂണിൽ. 16 പേരെ കാണാതായി. 900 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്നും വിവരം. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 419ആയി. 45 പേരെ കാണാനില്ല. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് മാണ്ഡിയിൽ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കത്തയച്ച് അപകടത്തിൽ മരിച്ച ക്യാപ്റ്റൻ സുമീത് അഗർവാളിന്റെ പിതാവ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തന്റെ മകൻ മനഃപൂർവ്വം അപകടം വരുത്തിവെച്ചുവെന്ന് പറയുന്നുവെന്ന് പുഷ്കരാജ് സബർവാൾ. 25 വർഷത്തെ സേവനത്തിനിടെ ഒരു അപകടം പോലും ക്യാപ്റ്റൻ സുമീത് അഗർവാൾ വരുത്തിയിട്ടില്ലെന്നും പൈലറ്റിന്റെ പിതാവ്. ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ കുടുംബം ചിന്നിച്ചിതറിയെന്ന ജെയ്ഷെ മുഹമ്മദ് കമാൻഡറിന്റെ തുറന്നു പറച്ചിലിനോട് പ്രതികരിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ സായുധസേനയുടെ ധീരതയും കരുത്തും തെളിയിക്കുന്നെന്ന് പ്രതിരോധ മന്ത്രി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ലെന്നും രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്തെ പൊതുവിപണിയിലെ ക്രമാതീതമായ വിലക്കയറ്റം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. അവശ്യ സാധനങ്ങൾക്കടക്കമുള്ള വിലക്കയറ്റം മൂലം സാധാരണ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ശൂന്യവേളയിൽ ഉന്നയിക്കാനാണ് ആലോചന. അപകടകാരികളായ വന്യജീവികളെ കൊന്നൊടുക്കുന്നതിന് അധികാരം നൽകുന്ന ബില്ലും ഇന്ന് നിയമസഭ പരിഗണിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഉമേഷ് ബാലകൃഷ്ണനാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഈ അടുത്തിടെ വന്ന ചില കണക്കുകളിലും വിലക്കയറ്റം ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമായാണ് കേരളം വിലയിരുത്തപ്പെട്ടത്. ആ കണക്കുകൾ പ്രകാരം ഒപ്പം തന്നെ ഈ വന്യജീവി ബില്ല് എന്ന് പറയുന്നത് ഒരു ചരിത്ര സംഭവമായാണല്ലോ കണക്കാക്കുന്നത്. ഏത് രീതിയിലാണ് ഇന്നത്തെ നിയമസഭാ നടപടികൾ പുരോഗമിക്കുക?
തീർച്ചയായും നിയമസഭാ നടപടികൾ 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 2 ദിവസവും ശൂന്യവേളയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്നും അടിയന്തര പ്രമേയമായി ശൂന്യവേളയിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് സംസ്ഥാനത്തെ ക്രമാതീതമായ വിലക്കയറ്റമാണ്. ക്രമാതീതമായ വിലക്കയറ്റത്തെ തുടർന്ന് പൊതുജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന് ശൂന്യവേളയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. ആ വിഷയവും കഴിഞ്ഞ 2 ദിവസത്തെയും പോലെ ചർച്ചയ്ക്ക് എടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കഴിഞ്ഞ ഓണക്കാലത്തടക്കം സർക്കാർ ഈ വിപണി ഇടപെടലിന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ, ഒപ്പം വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ എടുത്ത നിലപാടുകൾ തുടങ്ങിയവയെല്ലാം ഇക്കാര്യങ്ങൾ നിരത്തി ഈ വിഷയം പ്രതിരോധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതേസമയം ഇന്ന് ബില്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ബില്ല് വന്യജീവി സംരക്ഷണ ബില്ല് ഇന്ന് സഭയിൽ വരുന്നു എന്നുള്ളതാണ്. അപകടകാരികളായ ഈ വന്യജീവികളെ കൊല്ലാനുള്ള വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് ഇന്ന് സഭയിൽ എത്തിക്കും. പക്ഷേ ഈ ബില്ല് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട് കോൺട്രഡിക്ടറി ആകുമ്പോൾ ഇതെങ്ങനെയാണ്, ഇതിന്റെ നിയമസാധുത തുടങ്ങിയ സംശയങ്ങളെല്ലാം നിയമവിദഗ്ധരും പ്രതിപക്ഷവും എല്ലാം ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായി ആ ഒരു സംശയവും നിലനിൽക്കുന്നു. ഇത്തരത്തിൽ കേന്ദ്ര നിയമത്തിന് ബദലായി മറ്റൊരു നിയമം സംസ്ഥാനത്തിന് നടപ്പാക്കാൻ കഴിയുമോ എന്നുള്ള നിയമവിദഗ്ധരുടെ ചോദ്യവും നിലനിൽക്കുന്നു. ഈ ഘട്ടത്തിൽ എന്തായാലും ബില്ല് സഭയിൽ അവതരിപ്പിച്ച് അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനുള്ള ആലോചന തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ എന്തായാലും ബില്ലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിയമസഭയിൽ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഒപ്പം നിയമത്തിന്റെ നിയമസാധുത സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രിസ്റ്റീന. ഉമേഷ് ബാലകൃഷ്ണൻ, തിരുവനന്തപുരത്ത്. ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ആതിഥേയരായ UAE-യെ തോൽപ്പിച്ച് പാകിസ്ഥാൻ സൂപ്പർ 4-ൽ 41 റൺസിനാണ് പാകിസ്ഥാന്റെ ജയം. 147 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന UAE 105 റൺസിന് പുറത്തായി. എ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യ നേരത്തെ തന്നെ സൂപ്പർ 4-ൽ എത്തിയിരുന്നു. ഇതോടെ സൂപ്പർ 4-ൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് കളമൊരുങ്ങി. 24 സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിൽ വിജയദശമി ദിനത്തിൽ വിദേശ പഠനത്തിന് വിദ്യാരംഭം. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഓൺലൈൻ IELTS PTE പരിശീലനമാണ് നൽകുന്നത്. 12,000 രൂപ ഫീസുള്ള കോഴ്സുകളാണ് ഒക്ടോബർ 2-നുള്ള ബാച്ചുകളിൽ സൗജന്യമായി നൽകുന്നത്. ബിരുദം പൂർത്തിയാക്കിയവർക്കും അവസാന വർഷ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. 1.5 മാസം നീളുന്ന പരിശീലനത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിന് വിദഗ്ധരായ അധ്യാപകർ ക്ലാസുകൾ നൽകും. ഇന്ത്യയിലെയും ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പരിശീലനത്തിൽ പങ്കെടുത്ത് 24 സ്റ്റഡി അബ്രോഡ് വഴി വിദേശ സർവകലാശാലകളിൽ പ്രവേശനം നേടുന്നവർക്ക് ആൻഡ്രോയിഡ് ടാബ് സമ്മാനമായി ലഭിക്കും. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അക്ബർ ട്രാവൽസിന്റെ സ്റ്റുഡന്റ് എയർ ഫെയർ ഡിസ്കൗണ്ട് വൗച്ചർ, ലുലു ഫോറക്സിന്റെ സ്റ്റുഡന്റ് ഫോറക്സ് ഡിസ്കൗണ്ട് കൂപ്പൺ, ഡെക്കാത്തലോൺ നൽകുന്ന പർച്ചേസ് ഡിസ്കൗണ്ട് കൂപ്പൺ തുടങ്ങി സമ്മാന പെരുമഴയാണ് കാത്തിരിക്കുന്നത്. വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.24studyabroad.com എന്ന വെബ്സൈറ്റിലോ 8111991720 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഇനി നോക്കാം ചില അറിയിപ്പുകൾ. കൊല്ലം തോവർക്കാവ് ശ്രീവിദ്യാധിരാജ കോളേജിൽ സീറ്റ് ഒഴിവുണ്ട്. ഒഴിവ് BCom, BA ഇംഗ്ലീഷ്, BSW കോഴ്സുകളിലേക്കാണ്. സ്പോട്ട് അഡ്മിഷൻ ഇന്ന് നടക്കും. പത്തനംതിട്ട കുന്നന്താനം പഞ്ചായത്തിലെ കേരളോത്സവം നാളെയും മറ്റന്നാളും നടക്കും. മത്സരാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 മണി വരെ രജിസ്റ്റർ ചെയ്യാം. പത്തനംതിട്ട ഏനാദിമംഗലം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നു. അടിസ്ഥാന യോഗ്യത +2 ആണ്. അഭിമുഖം ഈ മാസം 20-ന്. കൊച്ചി കുസാറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ്. നാഷണൽ സെന്റർ ഫോർ എക്വാട്ടിക് ആനിമൽ ഹെൽത്തിൽ മറൈൻ ബയോടെക്നോളജി വിഭാഗത്തിലേക്കാണ് ഒഴിവ്. അഭിമുഖം ഈ മാസം 29-ന്. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, റേഡിയോ ഡയഗ്നോസിസ് തസ്തികയിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 23-ന് നടക്കും. മുൻ IAS ഉദ്യോഗസ്ഥനും എറണാകുളം മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ഡോക്ടർ KR വിശ്വംഭരനെ അനുസ്മരിച്ച് സ്മൃതി സംഗമം. ചാവറ കൾച്ചറൽ സെന്ററിൽ വെച്ച് നടന്ന സ്മാരക പ്രഭാഷണത്തിൽ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. മുൻകാലത്തെ കലാലയ ജീവിതവും സമകാലിക കലാലയ ജീവിതവും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ മാധവൻകുട്ടിയുടെ പ്രഭാഷണം ശ്രദ്ധേയമായി. ദീർഘനാളത്തെ സിവിൽ സർവീസ് ജീവിതം കൊണ്ട് കേരള സമൂഹത്തിന് ഒന്നാകെ ജനകീയനായി തീർന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു ഡോക്ടർ KR വിശ്വംഭരൻ. എറണാകുളത്തും ആലപ്പുഴയിലും കലക്ടറായി പ്രവർത്തിച്ച വിശ്വംഭരന്റെ സ്മരണ പുതുക്കാനായിരുന്നു സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ബന്ധുക്കളും ഒത്തുചേർന്നത്. വിശ്വമാർട്സ് കൊച്ചിയും എറണാകുളം മഹാരാജാസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനും ചാവറ കൾച്ചറൽ സെന്ററും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും KR വിശ്വംഭരന്റെ സഹപാഠിയുമായിരുന്ന N മാധവൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി.
കലാലയത്തിലെ മുൻകാലത്തെയും ഇപ്പോഴത്തെയും ജാതി മതചിന്തകളെ ഊന്നിയായിരുന്നു പ്രഭാഷണം. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, എൻ്റെ എല്ലാ ശുഷ്കമായ അറിവിൻ്റെയും വെളിച്ചത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ 67-എത്തിയിട്ടും സവർണ സമ്പന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരിചയം. പരിപാടിയിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വിശ്വമാർട്സ് ചെയർമാൻ കെ മുരളീധരൻ, മുൻ റോട്ടറി ഗവർണർ ബാബു ജോസഫ്, CI CC ജയചന്ദ്രൻ, ഫാദർ അനിൽ ഫിലിപ്പ് CMI എന്നിവർ ചടങ്ങിന്റെ ഭാഗമായി. 24 കൊച്ചി. BJP ദേശീയ കൗൺസിൽ അംഗം ചേറ്റൂർ ബാലകൃഷ്ണൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. കോഴിക്കോട് ഓമശ്ശേരിയിലെ വീട്ടിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു സമീർ സി മുഹമ്മദ്. കോഴിക്കോട് നിന്ന് സമീർ, വിവരങ്ങൾ. BJPയുടെ മുതിർന്ന നേതാവ് ചേറ്റൂർ ബാലകൃഷ്ണൻ ഇന്ന് പുലർച്ചെയാണ് അന്തരിച്ചത്. ഹൃദയസ്തംഭനത്തെ തുടർന്നായിരുന്നു വിയോഗം. 80 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. കോഴിക്കോട് ഓമശ്ശേരിയിലെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായിരിക്കുന്നത്. വിവിധ കാലഘട്ടങ്ങളിലായി അദ്ദേഹം BJPയുടെ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ, അതുപോലെ തന്നെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ജനസംഘം കാലഘട്ടം മുതലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുന്നത്. പിന്നീട് വിവിധ കാലങ്ങളിലായിക്കൊണ്ട് ജനപ്രതിനിധി ഉൾപ്പെടെ ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2 തവണ മുക്കം ഗ്രാമപഞ്ചായത്ത് മെമ്പറായും അതുപോലെ തന്നെ മുക്കം സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇന്ന് പുലർച്ചയോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായിരിക്കുന്നത്. മാറാട് കലാപകാലത്ത് BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സമാധാനം കാത്തുസൂക്ഷിക്കുന്നതിലുൾപ്പെടെ അദ്ദേഹം എടുത്തിട്ടുള്ള പങ്ക് നിസ്തുലമായിട്ടുള്ള ഒരു സേവനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നാട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ആ വേളയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലൊക്കെ ഏറെ പ്രശംസനീയമാണ്. ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. ക്രിസ്റ്റീന, ഉന്മേഷ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രതിരോധ സഹകരണ കരാറിൽ ഒപ്പുവെച്ച് പാകിസ്ഥാനും സൗദി അറേബ്യയും. സൗദി അറേബ്യയ്ക്കോ പാകിസ്ഥാനോ നേരെയുള്ള ഏതൊരു ആക്രമണവും ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി പ്രഖ്യാപിക്കുന്നതാണ് കരാർ. ആക്രമണങ്ങളെ സംയുക്തമായി നേരിടാനും ധാരണയായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും തമ്മിൽ ഇന്നലെ റിയാദിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാർ ഒപ്പിട്ടത്. കുട്ടികളുടെ സാഹിത്യോത്സവത്തിന് ഇന്ന് തുടക്കമാകും. അക്ഷരക്കൂട്ട് എന്ന പേരിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന സാഹിത്യോത്സവം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കുട്ടികൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ പ്രദർശനവും ശില്പശാലയും സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടക്കും. മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരുമായി സംവാദമടക്കമുള്ള നിരവധി പരിപാടികൾ സാഹിത്യോത്സവത്തിലുണ്ട്. സാഹിത്യരചനയിൽ തൽപരരായ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയും ദിശാബോധം നൽകുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇടുക്കി ആനച്ചാലിൽ മണ്ണിടിഞ്ഞു വീണ് മരിച്ച തൊഴിലാളികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആനച്ചാൽ സ്വദേശി രാജീവ്, ബൈസൺ വാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ജില്ലാ ഭരണകൂടം സീൽ ചെയ്ത വസ്തുവിൽ വിലക്ക് ലംഘിച്ച് നിർമ്മാണം നടത്തിയതിന് ഉടമയായ ഷെറിൻ അനിലയ്ക്കെതിരെ നടപടികൾ ഉണ്ടാകും. മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറായിരിക്കും നടപടിക്ക് ശുപാർശ ചെയ്യുക. പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം നൽകുന്നതിനെക്കുറിച്ചുള്ള ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. 3 ലിംഗക്കാർക്കുള്ള ക്വാട്ട തിരശ്ചീനമായിരിക്കുമോ ഇല്ലയോ എന്നതാണ് ഹർജിയിലെ പ്രധാന വിഷയമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തിരശ്ചീന ക്വാട്ട പ്രകാരമെങ്കിൽ SC, ST, OBC ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരാണോ എന്നത് പരിഗണിക്കാതെ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണ ആനുകൂല്യം ലഭിക്കും. പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ പരിശീലന സ്ഥാപനങ്ങൾക്ക് അപേക്ഷിച്ച 3 പേരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. സംവരണം സംബന്ധിച്ച് വിവിധ ഹൈക്കോടതികൾ പരസ്പര വിരുദ്ധമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതായും ചിലർക്ക് അഡ്ഹോക് സംവരണം അനുവദിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്നുമാണ് ഹർജിക്കാരുടെ ആവശ്യം. പോലീസിനായി വാങ്ങിയ ബോഡി വോൺ ക്യാമറയിൽ അടിമുടി ദുരൂഹത. സംസ്ഥാനത്ത് വിതരണം ചെയ്ത 310 ക്യാമറകളും പ്രവർത്തനരഹിതമായിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ക്യാമറ വാങ്ങിയതിന് ചെലവായ തുകയുടെ വിശദ വിവരങ്ങൾ 24-ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. 2018-ലാണ് പോലീസുകാർക്ക് യൂണിഫോമിൽ ഘടിപ്പിക്കുന്ന ബോഡി വോൺ ക്യാമറയ്ക്കായി കരാറിലൊപ്പിടുന്നത്. പോലീസുകാരുടെ പ്രവൃത്തി സുതാര്യമാക്കുകയെന്ന വാദമുയർത്തിയാണ് 1 കോടി രൂപ മുടക്കി 310 ക്യാമറകൾ വാങ്ങിയത്. പക്ഷേ 1 മാസം തികയും മുമ്പേ മിക്ക പോലീസുകാരും അത് മടക്കി നൽകി. കുറച്ചു സമയം ഘടിപ്പിക്കുമ്പോൾ നെഞ്ചിൽ ചൂടനുഭവപ്പെടുന്നുവെന്നാണ് പരാതി. ക്യാമറ വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖകളാണ് പുറത്തുവന്നത്. ആദ്യഘട്ടത്തിൽ 50 ക്യാമറ വാങ്ങാൻ 29,99,560 രൂപയാണ് ചിലവായത്. പിന്നീടുള്ള 130 ക്യാമറ വാങ്ങാനും ചിലവായത് 29,95,200 രൂപയെന്ന് വിവരാവകാശ രേഖകൾ പറയുന്നു. എന്നാൽ അതിനുശേഷം വാങ്ങിയ 130 ക്യാമറ വാങ്ങാൻ 39,55,295 രൂപയും ചിലവായി. അതായത് 10 ലക്ഷം രൂപ അധികം നൽകേണ്ടി വന്നുവെന്നാണ് രേഖകൾ പറയുന്നത്. യാതൊരു പൈലറ്റ് സർവേ നടത്താതെയാണ് ക്യാമറ വാങ്ങിക്കൂട്ടിയതെന്നും
രേഖകൾ വ്യക്തമാക്കുന്നു. ഇത് 1 കോടി രൂപയുടെ അഴിമതിയാണ്. ഇതിൽ ഒരേ സമയം ഒരേ ടൈപ്പ് ക്യാമറകൾ 29 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്നു, 39 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്നു, 27 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുന്നു. അങ്ങനെ എണ്ണം മാറുന്നതനുസരിച്ച് ഇതിന്റെ വിലയിലും വ്യത്യാസം വരുന്നു. ഇതിൽ കടുത്ത അഴിമതിയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടർക്കടക്കം പരാതി നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2018 കരാർ എഴുതിയെങ്കിലും സംസ്ഥാനത്തെ 10 പോലീസ് ജില്ലകളിൽ ക്യാമറ വിതരണം ചെയ്തപ്പോൾ 2024 കരാർ പ്രകാരം ക്യാമറയുടെ വാറണ്ടി 3 വർഷമാണ്. അത് കരാർ ഒപ്പിട്ട് 2018 മുതൽ കണക്ക് കൂട്ടുകയും ചെയ്തു. പകരം ക്യാമറ വാങ്ങിയ കമ്പനിയുമായി വാർഷിക അറ്റകുറ്റപ്പണി കരാറിൽ ഏർപ്പെട്ടതുമില്ല. ഈ ക്യാമറകളുടെ എല്ലാം വാറണ്ടി പീരീഡ് കഴിഞ്ഞിരിക്കുന്നു, 3 വർഷക്കാലമാണെന്നാണ്. പക്ഷേ 2023 കിട്ടിയ ക്യാമറകൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് 2023 അതിന്റെ വാറണ്ടി 2026 വരെ ലഭിക്കേണ്ടതാണ്. അതുപോലും കിട്ടാതെ വാങ്ങിച്ച കരാറിന്റെ ആ സമയം മാത്രം നോക്കിക്കൊണ്ട് പേരിന് വേണ്ടി ആർക്കോ വേണ്ടി പൊതുഖജനാവിലെ പൈസ ചെലവാക്കി സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുവാനുള്ള ഒരു വെപ്രാളമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിനാൽ കേടാവുന്നവ നന്നാക്കാൻ കഴിയാതെ വന്നു. ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായിരിക്കെയാണ് ക്യാമറകൾ വാങ്ങിയതെന്നാണ് വിശദീകരണം. അരുൺരാജ്, 24 കൊല്ലം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 10 മണിക്ക് AICC ആസ്ഥാനത്ത് രാഹുൽ മാധ്യമങ്ങളെ കാണും. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഹൈഡ്രജൻ ബോംബ് പക്കലുണ്ടെന്നും അതുടനെ പൊട്ടിക്കുമെന്നും രാഹുൽ ഗാന്ധി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിൽ ഒരു ടീസർ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, അതിന്ന് പുറത്തുവിടും എന്നാണല്ലോ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനാകുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഉന്മേഷ്. ക്രിസ്റ്റീന ഇപ്പോൾ നിൽക്കുന്നത് AICC ആസ്ഥാനത്താണ്. രാവിലെ 10 മണിയോടുകൂടി ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാവുക. പ്രത്യേക വാർത്താ സമ്മേളനം ഇന്നുണ്ടാകുമെന്ന് കോൺഗ്രസ് ഇന്നലെ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈഡ്രജൻ ബോംബ് തന്റെ പക്കലുണ്ട് എന്നും അത് ഉടനെ തന്നെ താൻ പൊട്ടിക്കുമെന്നും നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖം പുറത്തു കാണിക്കാൻ കഴിയില്ലെന്നും BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിനെ നേരിടാൻ തയ്യാറായിക്കൊള്ളുവെന്നും ഒക്കെ അദ്ദേഹം നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇന്ന് നടക്കുന്ന ഈ വാർത്താ സമ്മേളനം അത് ഈ BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ തെളിവുകളടക്കം ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമൊക്കെയായി ബന്ധപ്പെട്ട പുറത്തു വിട്ടേക്കുമെന്നുള്ളത് തന്നെയാണ് സൂചന. നേരത്തെയും ഒരു ആറ്റം ബോംബ് തന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അത് വാർത്താ സമ്മേളനത്തിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം മഹാരാഷ്ട്ര, അതോടൊപ്പം തന്നെ കർണാടക ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന ക്രമക്കേട് ഉൾപ്പെടെ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ മഹാദേവപുരം മണ്ഡലത്തിൽ 6.5 ലക്ഷം വോട്ടർമാരുണ്ട്. അതിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം കള്ള വോട്ടുകളാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം വോട്ടറധികാർ യാത്ര നടത്തി. ആ വോട്ടറധികാർ യാത്രയുടെ ഏതായാലും രാജ്യം ഉറ്റുനോക്കുന്ന എന്താണ് രാഹുൽ ഗാന്ധി പറയാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ എന്നതിലാണ്. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാവുകയാണ്.